ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വിഭവം നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ. കറിവേപ്പില കൊണ്ട് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കതൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 7-8 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളകിന് നല്ല എരിവാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു 10 വരെ ചേർത്ത് കൊടുക്കാം, എരിവ് കുറഞ്ഞ വറ്റൽമുളകാണെങ്കിൽ. ഇത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അരയ്ക്കുന്ന ആ ഒരു ക്ലിപ്പൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇത് ഫ്രൈ ആക്കി എടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വറ്റൽമുളക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞെട്ട് എടുക്കാറില്ല കേട്ടോ. പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞെട്ടെടുക്കാതെ ആകുമ്പോൾ ഇതിന് ഈ അരിയൊക്കെ ഇതിൽ വീണിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഞെട്ടെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം ചമ്മന്തി അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഞെട്ട് എടുത്ത് മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുളക് ഇവിടെ നന്നായിട്ട് കളറൊക്കെ മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 8-10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി വരണം, അത്രയും മതി. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആകണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കഷ്ണം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചേർക്കുന്ന സമയത്തേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല. ഇഞ്ചി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇഞ്ചി ചേർക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇപ്പോൾ കറിവേപ്പില ചമ്മന്തിയാണല്ലോ. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ചേർത്താൽ തന്നെ അത് വരാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടെ, അത്രയും മതിയാവും. ഇതൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ കുറച്ച് തന്നെ വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുളകൊക്കെ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ കറിവേപ്പില തന്നെയാണ് കേട്ടോ, നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാം. വിഷമൊന്നുമില്ലാത്ത അടിപൊളി കറിവേപ്പില തന്നെയാണിത്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈ കറിവേപ്പിലയുടെ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഒരു 4-5 മിനിറ്റോളം എടുക്കും നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കുമെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്ക് കറിവേപ്പിലയുടെ ആ ഒരു പച്ച ടേസ്റ്റും വരാൻ പാടില്ല. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരികയും വേണം. കറിവേപ്പില എടുത്ത അതേ കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 250 ml കപ്പാണ്. കറിവേപ്പിലയും തേങ്ങയും ഒരേ കപ്പിൽ തന്നെ എടുത്തത്. എന്നിട്ട് നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒട്ടും നമുക്കിത് ഫ്രൈ ആകാൻ പാടില്ല. ഈ തേങ്ങയുടെ ഒരു ഈർപ്പം ഉണ്ടാവും, ഒരു നനവ്, വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു അംശം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടിയാൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് മാത്രം നമ്മളത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് ഫ്രൈ ആയി പോയിട്ടുണ്ടെങ്കിലും പിന്നെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചമ്മന്തിക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിവിടെ അത് നന്നായിട്ട് ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയുടെയൊക്കെ കളറ് ഒന്നുകൂടി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാളംപുളിയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് തണുത്തതിന് ശേഷം, അരയ്ക്കുന്ന സമയത്ത് മാത്രമാണ് ഉപ്പും പുളിയും ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ദോശയ്ക്കോ ചോറിനോ ഒക്കെ ഇഡ്ഡലിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. താങ്ക് യു.